ചിന്തിക്കുകയാണെന്ത്, റിഫായി ഷെയ്ഖ് ഇങ്ങനെ ദുടിയും കൊണ്ടാണ് ആ കഅബയെ തവാഫ് ചെയ്യാൻ പോയത്. അങ്ങനെ തവാഫ് ചെയ്ത് മക്കക്കാരിത് കണ്ടപ്പോ മക്കക്കാര് പറഞ്ഞു, ഇപ്പണി ഇവിടെ പറ്റൂല, മക്കീകൾ ഇമ്പീതം വേണ്ടെന്ന് ചെന്നോവർ, ഇപ്പണി ഇവിടെ പറ്റൂല, ഇതിവിടെ അനുവദിക്കൂല. അപ്പൊ റിഫായി ഷെയ്ഖ് എന്താ ചെയ്തത്, ഉടനെ റഫായി മദിലിൽ കുളത്തിയാർ, ഉടനെ ആ ദുടി എടുത്ത് മതിലുമേ അങ്ങോട്ട് കൊളുത്തി. കഅബാലയത്തിന്റെ മതിലുമേല് കൊളുത്താൻ ഇവിടെ ആണിന്നൊന്നും ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല, അവിടെ കൊളുത്തി, ആയിക്കോട്ടെ. അപ്പോളേ കഅബം തവാഫെന്ന് ചെന്നവര് റിഫായി ഷെയ്ഖ് ഇങ്ങനെ നിന്നു, എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് തവാഫ് ചെയ്യട്ടെ കഅബ. അപ്പൊ കഅബ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ആരെ തവാഫ് ചെയ്യാ, റിഫായി ഷെയ്ഖിനെ ഇങ്ങോട്ട് തവാഫ് ചെയ്തു എന്നാ. ഇങ്ങനെ തവാഫ് ചെയ്താൽ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ, ലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകജനതയ്ക്ക് മാർഗദർശകമായി ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിർമ്മിച്ച അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധമായ കഅബാലയം, ലോകത്ത് ആദ്യമായി നിർമ്മിച്ച അല്ലാഹുവിന്റെ ഭവനം, ആ കഅബാലയം ഇളകി തുളങ്ങുന്ന നേരത്ത് ഒളിവർ റഫായി എന്നല്ലാഹു വിളിച്ചോവർ, ഒളിവർ റഫായി എന്ന് അല്ലാഹു വിളിച്ചു എന്നാണ്. ഫായി ചതിക്കല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ എന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട ഭവനമാണ്, എന്നെ ആരാധിക്കുവാൻ ആദ്യമായി ഉണ്ടാക്കിയ ഭവനാണ്. അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയത്തെ തകർക്കാൻ വന്നപ്പോ പോലും ഞാൻ അബാബിൽ പക്ഷികളെ അയച്ചിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്, കൂട്ടം കൂട്ടമായി പക്ഷികളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, അതേ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ആ ആനപ്പടയെ തുരത്തിയിട്ടുണ്ട്. പക്ഷെ നിന്റെ മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒളിവർ റഫായി എന്ന് അല്ലാഹു വിളിച്ചോവർ, ഓ റിഫായി എന്ന് അല്ലാഹു വിളിച്ചു എന്നാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഇസ്ലാമാ, ഇത് ദീനാ, ഇത് ഖുർആനാ, ഇത് സുന്നത്താ അല്ല. പക്ഷെ ഇതിപ്പോ പറയുമ്പോ നമ്മൾ സൂക്ഷിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങൾ അതൊന്നും അംഗീകരിക്കൂല, ഞങ്ങളിതൊന്നും അംഗീകരിക്കൂല. എന്ത് പറഞ്ഞാലും അത് മുജാഹിദുകൾ അച്ചടിച്ചാണ്. സാധുക്കളെ ഇതെല്ലാം ചൊല്ലിക്കുകയും ചൊല്ലിയാൽ കൈമടക്ക് വാങ്ങുകയും അതിന്റെ പേരിൽ ചീരണി തിന്നുകയൊക്കെ ചെയ്തിട്ട് അവസാനം പറയും ഇത് ഞങ്ങൾ ചൊല്ലിയതൊക്കെ മുജാഹിദിൽ എഴുതുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയൊരു ഗതികേട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഗതികേടാണല്ലോ. അപ്പൊ ഇത് മുജാഹിദുകൾ ഇറക്കിയതാണെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ തള്ളല്. എന്നാൽ ഇപ്പൊ ഞാൻ നോക്കിപ്പാടി ഇത് മുജാഹിദുകൾ ഇറക്കിയതല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായ മർക്കസ് സഖാവത്ത് സുന്നയിലെ ഒരു മുദരിസ് ഉണ്ട്, അസീസ് സഖാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ മനസ്സിലായാൽ ബദറസി എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ബദറസി എന്ന് പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ കണ്ടിരുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാവും. എന്തിനാ നിങ്ങൾ ഈ ബദർ യുദ്ധം ഉണ്ടായെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാം അത് ഞങ്ങൾക്ക് ബദർമാല ചെല്ലാനാണ്. എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ഞങ്ങൾക്ക് ബദർമാല ചെല്ലാൻ. എന്തിനാ ഉഹുദ് യുദ്ധം ഉണ്ടായത്? ഞങ്ങൾക്ക് ഉഹുദ് മാല ചെല്ലാൻ. എന്തിനാ ഹന്തക്ക് ഉണ്ടായത്? ആ ഹന്തക്ക് ഉണ്ടായത് എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഹന്തക്ക് മാല ചെല്ലാൻ. അങ്ങനെ ഞങ്ങൾക്ക് മാലയും മൗലിദൊക്കെ ഓതാനാണ് ബദർ യുദ്ധം ഉണ്ടായത് എന്ന് പറഞ്ഞ ഒരു സഖാഫി ഉണ്ട്, അതാണ് ബദറസി. അപ്പൊ എളുപ്പം മനസ്സിലാവും. ആ അസീസ് സഖാഫി അദ്ദേഹം പ്രകാശനം ചെയ്ത മൗലിദ് കിതാബാണിത്. അവന് സംശയം വേണ്ട. ഇനി അത് മാത്രല്ല, ഈ കവിത, ഈ പാട്ടുപാടി ഇതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. ആരാണ് ഈ അടുത്ത സമയത്ത് ഒരു മുസ്ലിയാർ ഈ പാട്ടുപാടി ന്യായീകരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖലീഫമാരുമായി തന്റെ ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവർ സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കക്കാർ പറഞ്ഞു ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, എനിക്കും എന്റെ ദഫിനും ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടി മുട്ടി കഅബയിലെത്തിയേ മക്കികൾ ഇമ്പിരി വേണ്ടെന്ന് ചൊന്നോവര് ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കഅബത്തെ വഫന്ന് ചൊന്നോവര് കഅബ ഇളകി തീരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹു വിളിച്ചോവര്. അദ്ദേഹം തന്റെ ഹജ്റുൽ ഇസ്മായിൽ എന്ന മതിലുമേൽ അദ്ദേഹത്തിന്റെ ആ ദഫ് അവിടെ കുളത്തി.
എനിക്കും എൻ്റെ ദഫിനും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾക്ക് അത്ഭുതം. ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അള്ളാഹ് വിളിച്ചോവാർ. അള്ളാഹു തആല വിളിച്ചു, റിഫായി നിങ്ങളൊന്നടങ്ങി. ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കേ. ഫസ്ബിർ സബ്റൻ ജമീലാ വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. കണ്ടോ, അതാണ് മുസ്ലിയാര്. എന്ത് കിട്ടിയാലും മൂപ്പര് ഉടനെ ആയത്തോതും. ഫസ്ബിർ സബ്റൻ ജമീലാ, റിഫായി നീ അങ്ങ് ക്ഷമിച്ചാ. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കഅബ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അള്ളാഹ് പറഞ്ഞത് നേരത്തെ ഇരിക്കാണ്, ഉൾട്ടടിക്കുക. പക്ഷെ ബാക്കി വാടി നോക്ക്. അല്ല, ബാക്കി എന്താ? ഇളകി കഅബം തൂളങ്ങുന്ന നേരത്തിൽ ഒളിവർ റഫായി എന്നല്ലാഹ് വിളിച്ചോവർ. ഏളാകാശം വാതിയിലൊക്കെ തുറന്നു പോയി, ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. റിഫായി ശൈഖിന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോ ഫസ്ബിർ സബ്റൻ ജമീലാ എന്നല്ല, നേരെ മറിച്ച് ഏഴാകാശത്തിന്റെ വാതിലും തുറന്നുപോയി. സുബ്ഹാനല്ലാഹ്, എന്തായി കാണുന്നത്? കഅബാലയം തിരിയുകയോ കഅബാലയം ഇളകുകയോ. അങ്ങനെ മലക്കുകൾ അഖിലം പേടിച്ചു ഭയന്നിട്ട് ആ മലക്കുകൾ അഖിലം വിളിച്ചു പോയോ, ഇവർ റിഫായി കുഴപ്പിക്കല്ലേ, കുഴപ്പമുണ്ടാക്കല്ലേ. മൂപ്പര് ഫസ്ബിർ സബ്റൻ ജമീലാ, ഫസ്ബിർ സബ്റൻ ജമീലാ. മൂപ്പര് ചിലപ്പോ തിരിച്ചായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലേ, ഇത് ഇളകണ കണ്ട് അള്ളാഹ് ബേജാറായപ്പോ റിഫായി ശൈഖ് പറയാ, ഫസ്ബിർ സബ്റൻ ജമീലാ, പടച്ചോനെ നീ അങ്ങ് ക്ഷമിച്ചാളി, ഞാൻ ഇങ്ങനെ പറഞ്ഞു കാണിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്രയും അപകടകരമായ വരികളും വാചകങ്ങളും മുസ്ലിം സമൂഹത്തെ കൊണ്ട് പേറിച്ച പൗരോഹിത്യം ഇത് ചെയ്തത് ഇസ്ലാമിന്റെ പേരിലായിരുന്നു, മതത്തിന്റെ പേരിലായിരുന്നു, ദീനിന്റെ പേരിലായിരുന്നു, ദീനുൽ ഇസ്ലാമിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും ആ മാനദണ്ഡം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇതേ റിഫായി ശൈഖ് തന്നെ ഇങ്ങനെ ഒരു വാശി കാണിക്കാൻ കാരണമുണ്ട്. അതെന്താ കാരണം? ഇതേ മാല തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഈ ലോകത്തേക്ക് വരുമ്പോ തന്നെ ഇങ്ങനെ പലതും കാണിച്ചിട്ടാ വന്നത് എന്നാ. ആ മാല പറയാണ് എന്ത്? അടിമാദൂനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരെ മുഷിന്തോവർ, സ്വർഗമേനിക്കും എൻപയ്യാൽ തുടർന്നോർക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. റിഫായി ശൈഖ് ഇങ്ങനെ ജനിക്കാണ്. അദ്ദേഹം വയറ്റിൽ ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടുമ്പോ തന്നെ അദ്ദേഹം പലതരത്തിലും അത്ഭുതം കാണിച്ചു എന്നാ പറയുന്നത്. എന്താ അത്ഭുതം? ഗർഭാശയത്തിൽ 6 മാസമായപ്പോ തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് അതൊന്നും അല്ല, അത് പിന്നെ ഗർഭം വയറ്റിൽ ജനിച്ച 6-ാം മാസത്തിൽ ഗുണമുള്ളതായ അറിതാരെന്ന് കേട്ടോവർ, മകനോ മകളോന്ന് ചോദിച്ച നേരത്തിൽ മകനാർ അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. 6 മാസമായപ്പോ തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താ കുട്ടി, എന്താ കുട്ടി, ആണാണോ പെണ്ണാണോ എന്നിങ്ങനെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ റിഫായി ശൈഖിന്റെ ഉമ്മ ആകെ ബേജാറായി. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പോലെ സ്കാനിങ് സംവിധാനം ഒന്നും ഇല്ല. അങ്ങനെ ആണെങ്കിലും പോയിട്ട് 6-ാം മാസത്തിൽ സ്കാൻ ചെയ്തിട്ട് ലിംഗനിർണ്ണയം നടത്തിയിട്ട് ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതൊരു നിർവാഹമില്ലല്ലോ. ആകെ വിഷമിച്ച ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോ റിഫായി ശൈഖിന്റെ ഉമ്മ ആകെ വിഷമിച്ചപ്പോ ഈ റിഫായി ശൈഖ് വയറ്റിന്ന് പറയാ, പേടിക്കണ്ട ഉമ്മ, ഞാൻ അഹ്മദുൽ കബീർ ആണ്, ഞാൻ അഹ്മദുൽ കബീർ ആണ്. സാധാരണ നമുക്കൊരു കുട്ടി ജനിച്ചാൽ ബാപ്പ മണ്ടി അടക്കല, എന്ത് എന്തോ ഒരു നല്ല പേര് വേണമല്ലോ, ഉസ്താദ് എന്തൊരു പേര് പറ, എന്താ ഉസ്താദ് കുട്ടിക്ക് പേരിടുക? ഇത് അങ്ങനെയല്ല, ഇത് 6-ാം മാസത്തിൽ വയറ്റിന്ന് കുട്ടി തന്നെ പറയാം, എന്റെ പേര് അഹ്മദുൽ കബീർ ആണ്. അങ്ങനെ പേരിട്ടിട്ട് 6-ാം മാസത്തിൽ സ്വന്തം പേരിട്ടിട്ടാ വന്നത് എന്നാ. അങ്ങനെ 9 മാസം കഴിഞ്ഞ് 10-ാം മാസം എത്തുകയാണ്. ആ സമയത്ത് സാധാരണ പുറത്തേക്ക് ചാടണം. അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ്, ഏത് കുട്ടിക്കും 11 മാസം ഗർഭത്തിൽ നിൽക്കാൻ കഴിയില്ല, പുറത്തേക്ക് വരണമെന്നുള്ളതാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ റിഫായി ശൈഖ് മാത്രം ഇറങ്ങൂല. അല്ല റിഫായി പോണില്ലേ, ഇവിടുത്തെ പീരീഡ് കഴിഞ്ഞു, പുറത്തേക്കില്ലേ? ഇല്ല. എന്താ കാര്യോ? ചില നിബന്ധനയൊക്കെ ഉണ്ട്, ഞാൻ ഇറങ്ങണമെങ്കിൽ ചില നിബന്ധന ഉണ്ട്. അതെന്താ? എന്താണ് നിബന്ധന? സ്വർഗമേനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. എനിക്കും എന്റെ വഴി തുടരുന്നവർക്കും എന്റെ മുരീദന്മാർക്കും സ്വർഗം ഇപ്പൊ ഇവിടെ വെച്ച് തരണം. അള്ളാഹ് പറഞ്ഞു, അതങ്ങനെ കൊടുക്കണല്ലോ സ്വർഗവും. നേരെ മറിച്ച് ആ ദുനിയാവിൽ ചെന്ന് കുറെയൊക്കെ പ്രവർത്തിക്കണം, അധ്വാനിക്കണം, കുറെ ക്ഷമിക്കണം, കുറെ ദുരിതമൊക്കെ സഹിക്കണം, ദീനനുസരിച്ച് ജീവിക്കണം, പരീക്ഷണമൊക്കെ വിജയിക്കണം.
അങ്ങനെ ഹിസാബ് വിചാരണ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വർഗോദരവ് നിശ്ചയിക്കല്. അങ്ങനെ കൊടുക്കരുത്. മൂപ്പരത് പറ്റൂല. എനിക്കിപ്പോ വേണം. എനിക്ക് മാത്രം എന്റെ വഴി തുറന്ന് എന്റെ മുരിതന്മാർക്കും സ്വർഗം ഇപ്പൊ